പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ പ്രോഫിറ്റ് ഇല്ലാതെ ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്സ് കോടികൾ ഇപ്പോൾ റേസ് ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ ബാക്കിലുള്ള സ്റ്റോറി എന്താ? അല്ല, അത് ആവശ്യമാണ്. അതായത് നമുക്ക് ഇൻവെസ്റ്റ്, അത് ഇപ്പൊ ബിസിനസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്കെയിലപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പുറമെ നിന്നും വെഞ്ചർ ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കേണ്ടതായിട്ട് വരും. സോ ആ സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ പ്രോഫിറ്റിനെക്കാളും അപ്പുറത്ത് നമ്മൾ നോക്കേണ്ടത് ട്രാക്ഷൻ ആണ്. ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിനകത്ത് എത്രത്തോളം ഒന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമുക്ക് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ക്ലിക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സെയിൽസ് നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ബിസിനസിന്റെ വളർച്ചയെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു മെട്രിക്സ് നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അത് വെച്ചുകൊണ്ട് നമ്മൾ കമ്പനീനെ ഒന്ന് വാല്യുവേഷൻ ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള ഇൻവെസ്റ്റ് ചെയ്തതിന്റെ എത്രയോ മടങ്ങ് നമ്മൾ കൂടുതൽ ഹയർ വാല്യുവേഷൻ നമ്മൾ കാണിക്കും. അങ്ങനെ നമുക്ക് ഹയർ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയും. അപ്പം അത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു സെഗ്മെന്റ് ആണ് ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഫണ്ട് റേസിംഗിന് വേണ്ടി ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ആന്റർപ്രണറിന്റെ കയ്യിൽ ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവല്ലോ, ഒരു ബിസിനസ് ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു കാപ്പബിലിറ്റി എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് ചില ആൾക്കാർക്ക് അത് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് ഒരു ക്വാളിറ്റി എന്തായിരിക്കും ഒരു എന്റർപ്രണറിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു 15,000 എന്റർപ്രണേഴ്സിന് ഓൾറെഡി ഇപ്പം ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതിനെ കുറിച്ചിട്ട്, ഒരു പാറ്റേൺ കാണല്ലോ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ചോദിച്ചത് ബിസിനസിന്റെ പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്, പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ പിച്ച് ഡെക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല, കാരണം പകരം പിച്ച് ഡെക്കിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൗ ടു പ്രിപ്പയർ എ പിച്ച് ഡെക്ക്, എങ്ങനെ ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കാന്നുള്ളതിന്റെ ഒരു കോഴ്സ് ആൻഡ് ഓൾസോ അതിന്റെ ടെംപ്ലേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആള് പറഞ്ഞത് അത് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണ്ടേ, നമുക്ക് സാധനം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടണം. അപ്പം ഈ സാധനം റെഡിമെയ്ഡ് ഇത് കുത്തിയിരുന്ന് പഠിച്ച് റിസർച്ച് ചെയ്ത് ചെയ്യാനായിട്ട് വയ്യ ആൾക്കാർക്ക്, പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഈ ലേണിംഗ് എന്ന് പറയുന്നതിനാണ് ഇന്നത്തെ കാലത്തെ ബിസിനസ്സുകാർക്ക് ഏറ്റവും വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്വാളിറ്റി. പഠിക്കുക എന്ന് പറയുന്നത്, ആ ലേണിംഗ് സ്കിൽ എന്ന് പറയുന്നത്, അത് അൾട്ടിമേറ്റ്ലി വേണ്ടുന്ന ഒരു സ്കില്ലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സ്കില്ലുണ്ട്, ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പം പലപ്പോഴും ഈ ആളുകൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നത് ബിസിനസ് ഐഡിയ കണ്ടുകൊണ്ട് മാത്രമല്ല, ഫൗണ്ടേഴ്സിനെ കൂടി നോക്കിയിട്ടാണ്. കാരണം ഈ ബിസിനസ് ഐഡിയ എത്ര മികച്ചതാണെന്നുണ്ടെങ്കിലും ഫൗണ്ടേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടറിനെ കൊണ്ട് ഈ ബിസിനസിനെ വളർത്തി കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് അവര് മനസ്സിലാക്കും, ഈ ഫണ്ടേഴ്സ് മനസ്സിലാക്കും. അപ്പം നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കുക, നമ്മുടെ ബിസിനസ് ഐഡിയ എന്താണോ അതിനെ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഈ ഫണ്ട് റേസിംഗ് ആണെങ്കിലും ബിസിനസിന്റെ ഇനിഷ്യൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഈ ഫൗണ്ടേഴ്സ് തന്നെയാണ്, സംരംഭകൻ തന്നെയാണ്. അതിനൊരിക്കലും മറ്റൊരാളെ നമുക്ക് ഏർപ്പാടാക്കി ചെയ്യാൻ കഴിയത്തില്ല. മാർക്കറ്റിംഗ് മാനേജറിനെ വെച്ചിട്ട് പുള്ളി പോയിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് വരും, നമ്മളങ്ങ് പൈസ മാത്രം കളക്ട് ചെയ്താൽ മതി, നടക്കുന്ന കേസല്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ലുക്ക്, ഇതെല്ലാം ആൾക്കാർ ജഡ്ജ് ചെയ്യും. അപ്പം ഇതൊക്കെ ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളതാണ്. അത് പരിശീലിച്ച് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആൻഡ് ആൾസോ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതും അതിനൊരു നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് വളർത്തുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതിന് കാരണമാവുന്ന ഒരു കാര്യമല്ല.